അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആയിഷ ബീവിയും അവരോടൊപ്പമുള്ള സൈനിക സഹാബിമാരും ബനു മുസ്തലക്ക് യുദ്ധം അല്ലെങ്കിൽ മുറൈസിയ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അങ്ങനെ അവർ ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ തീരുമാനിക്കുകയും ഖാഫില അല്ലെങ്കിൽ ആ ദൗത്യ സംഘം അവിടെ ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ അനുയോജ്യമായ ചില സ്ഥലങ്ങളുണ്ട്. അതിന് അവർ മനാസിലുകൾ എന്നാണ് അവർ പറയുക. വെള്ളം തുടങ്ങിയ സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് അവർ വിശ്രമിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ തീരുമാനിക്കുകയും ആ സംഘം അവിടെ നിൽക്കുകയും ചെയ്തു. നിന്ന ഉടനെ തന്നെ ആയിഷ ബീവിയുടെ ഹൗദജ് എടുത്തു വെക്കാനും ഇറക്കി വെക്കാനും ഒക്കെ ചുമതലയുള്ള ആൾക്കാരുണ്ടായിരുന്നു, സഹാബിമാർ. അവർ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന പ്രകാരം ആ ജോലി ചെയ്യുന്നവരാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ അതിനുവേണ്ടി ഏൽപ്പിച്ചതാണ്. അങ്ങനെ അവർ വന്നു ആയിഷ ബീവിയുടെ ഒട്ടകപ്പുറത്ത് നിന്ന് ഹൗദജ് എടുത്ത് താഴെ വെച്ചു. താഴെ വെച്ചപ്പോൾ ആയിഷ ബീവിക്ക് മനസ്സിലായി ഇവിടെ നമ്മൾ വിശ്രമിക്കുകയാണ് എന്ന്. ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ ഇറങ്ങിയാൽ അതിപ്പോൾ അവരുടെ പതിവ് മാത്രമല്ല, നമ്മുടെ പതിവും അങ്ങനെ തന്നെയാണ്. നമ്മൾ ദീർഘദൂര യാത്ര പോവുകയാണെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് നിസ്കരിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒക്കെ വേണ്ടി ഇറങ്ങുകയാണ്, അല്ലെങ്കിൽ ഒന്ന് നിൽക്കുകയാണ് എങ്കിൽ നമ്മൾ ആദ്യം പോവുക ബാത്റൂം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. അത് സാധാരണ എല്ലാവരുടെയും പതിവാണ്. എന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സംഘവും അവിടെ തമ്പടിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ വിശ്രമിക്കുമ്പോൾ അവരും ആദ്യമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ്. അതായത് ബാത്റൂം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാക്കും ബാത്റൂമിൽ പോകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ബാത്റൂം സൗകര്യങ്ങൾ എല്ലാവർക്കും അറിയാം. വിജനമായ മരുഭൂമിയാണ്. അതിൽ കുറേ അങ്ങോട്ട് അകലേക്ക് പോയി വേണം കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ആയിഷ ബീവിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാധാരണ പുരുഷന്മാരെ പോലെ അടുത്ത് തന്നെ എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് കാര്യം ഒപ്പിക്കാൻ കഴിയില്ല. അവരൊരു സ്ത്രീയാണ്. രണ്ടാമത്തേത് അവരുടെ പ്രായം. അതിപ്പോൾ ഈ ചരിത്രത്തിൽ മുഴുവനും നാം മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യമാണ്. അവർക്ക് ഈ സമയത്ത്, ഈ സംഭവം നടക്കുന്ന സമയത്ത് 12 വയസ്സോ അല്ലെങ്കിൽ 13 വയസ്സോ അല്ലെങ്കിൽ 14 വയസ്സിൽ താഴെ മാത്രമേ പ്രായമുണ്ടാവൂ എന്നാണ് എല്ലാ ചരിത്രകാരന്മാരും അനുമാനിക്കുന്നത്. അപ്പോൾ ഇത്രയും യൗവനയുക്തയായ വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി, അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല, നമ്മുടെ ഉമ്മയാണ്, പക്ഷേ എങ്കിലും അത്രയും ചെറിയ ഒരു യുവതി, ആ യുവതിയാകുമ്പോൾ സ്വാഭാവികമായും കുറച്ചുകൂടി നാണമുണ്ടാകും. അപ്പോൾ അവർ അതിനനുസരിച്ച് അകലേക്ക് പോകാൻ. മാത്രമല്ല ഹിജാബ് നിയമമായതിന് ശേഷമാണ് ഈ സംഭവം. അതുകൊണ്ട് സ്വാഭാവികമായും പുരുഷന്മാരിൽ നിന്ന് അവരുടെ ശ്രദ്ധയിൽ നിന്ന് ഒരുപാട് പരമാവധി അകന്ന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയാണ്. അങ്ങനെ ദൂരെ പോയി അവരുടെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കഴിഞ്ഞ് അവരവിടെ നിന്ന് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ നമ്മളൊക്കെ തന്നെയും സ്വാഭാവികമായും ബാത്റൂമിൽ പോയി കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്ന് ശരിപ്പെടുത്തുക, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്വാഭാവികമായും ചെയ്യാറുണ്ടല്ലോ. എന്ന പോലെ അവരും അവരുടെ ഡ്രസ്സൊക്കെ ഒന്ന് ശരിപ്പെടുത്തുന്ന സമയത്ത്, മടങ്ങാൻ ഒരുങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ മടങ്ങിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മടക്കയാത്ര തുടങ്ങിയ സമയത്താണ് ആ സംഭവം. അപ്പോഴാണ് അവർ ഒരു ഞെട്ടലോടെ അറിഞ്ഞത് തൻ്റെ മാല കാണാനില്ല. മാല എന്ന് പറഞ്ഞാൽ വലിയ സ്വർണത്തിൻ്റെയോ അല്ലെങ്കിൽ ഡയമണ്ടിൻ്റെയോ മാലയൊന്നും അല്ല. അത്തരം വില കൂടിയ മാലകളൊന്നും ധരിക്കാനുള്ള ഭാഗ്യം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നില്ല. എന്തായിരുന്നാലും എന്തോ കല്ലുമാലയൊക്കെ ആയിരിക്കാനാണ് സാധ്യത. ആയിഷ ബീവി ആകെ പരവശയായിപ്പോയി. കാരണം എന്താണെന്നറിയാം? ഒന്നാമത്തെ കാര്യം, ഈ മാല അവരുടേതല്ല, മറിച്ച് അവർ അയൽവക്കത്ത് നിന്ന് കടം മേടിച്ചതാണ്. ഭർത്താവിനോടൊപ്പം ഒരു യാത്ര പോവുകയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഒരുങ്ങാനുള്ള, അലങ്കരിക്കാനുള്ള ഒരു ത്വര ഏത് ഭാര്യയുടെയും മനസ്സിലുണ്ടാകുന്നതാണ്. അപ്പം അതുകൊണ്ട് അവർ അയൽവക്കത്ത് നിന്ന് കടം മേടിച്ചായിരുന്നു. അതുകൊണ്ട് അവർ വല്ലാത്ത ഒരു വിഭ്രാന്തിയിൽപ്പെട്ടു എന്ന് വേണം പറയാൻ. അവർ 4 ഭാഗവും പരതി നോക്കി. ബാത്റൂമിൽ പോയ സ്ഥലം, അവിടെ നിന്ന് മടങ്ങിയ സ്ഥലം, ഓരോ സ്ഥലവും മരിച്ചു പെറുക്കി. പിന്നെ മണൽ ഭൂമിയാണ്. മാല എന്ന് പറയുന്നത് ഒരല്പം ഖനമുള്ളതായിരിക്കാം. ഖനമുള്ള മണൽ ഭൂമിയിലേക്ക് മാല പൊട്ടിയോ അറ്റോ അല്ലെങ്കിൽ അല്ലാതെയോ വീണാൽ സ്വാഭാവികമായും അതിൻ്റെ ചില ഭാഗങ്ങളെങ്കിലും
മണലിൽ ആഴ്ന്നു പോകാനുള്ള സാധ്യത നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവർ വല്ലാത്ത വെപ്രാളത്തോടു കൂടി അവിടെ എല്ലാ സ്ഥലങ്ങളിലും പരതി. പിന്നെ വേറൊന്നുണ്ട്, അതൊരു മനഃശാസ്ത്രമാണ്. നമ്മൾ സാധാരണഗതിയിൽ സാഗൂതം ഒരു കാര്യം തിരയുമ്പോൾ അത് നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടും. പക്ഷേ നമ്മൾ വെപ്രാളത്തോടു കൂടി തിരയുമ്പോൾ അത് കിട്ടില്ല. ആയിഷ ബീവിയുടെ കാര്യത്തിലും അതാണ് സംഭവിച്ചത്. പ്രത്യേകിച്ചും അവരുടെ പ്രായമൊക്കെ നമുക്കറിയാമല്ലോ. മാത്രമല്ല തന്നെ കാത്ത് നബിയും സഹാബിമാരും എല്ലാം അവിടെ കാത്തിരിക്കുകയാണ്. ആ ഒരു വിഷമം കൂടി അവരുടെ മനസ്സിലുണ്ട്. ഏതായിരുന്നാലും കുറച്ച് സമയം വെപ്രാളത്തോടുകയാണെങ്കിലും തപ്പി തെരഞ്ഞു. കരുതിയ പോലെ തന്നെ വിസർജനത്തിന് വേണ്ടി പോകുന്ന ആ സ്ഥലത്ത് വെച്ചായിരുന്നു ആ മാല വീണുപോയത്. അത് കിട്ടുകയും ചെയ്തു. അത് കിട്ടി. അവർ ഒരു ഭാഗത്ത് വലിയ സന്തോഷമുണ്ട്, മറുഭാഗത്ത് വല്ലാത്ത ജിജ്ഞാസയുണ്ട്. എന്നെ കാണാതെ അവർ വിഷമിച്ചിട്ടുണ്ടാവുമോ എന്നതായിരുന്നു ഭയം. അവർ വേഗത്തിൽ തൻ്റെ വാഹനം നിർത്തിയിരിക്കുന്ന സ്ഥലത്തേക്ക് മടങ്ങി അവിടെ എത്തിയപ്പോഴാണ് കാണുന്നത് ആരുമില്ല, സ്ഥലം വിജനമാണ്. തൻ്റെ ഒട്ടകമില്ല, തൻ്റെ ഹൗദജില്ല, എല്ലാവരും പോയി കഴിഞ്ഞിരിക്കുന്നു. അവർ വല്ലാത്ത വിഷമത്തിലായി. ആ പ്രായത്തിലുള്ള ഒരു ചെറിയ യുവതി, അവർക്ക് സ്വാഭാവികമായും അതിൻ്റേതായ വെപ്രാളം, അതിൻ്റേതായ ഭീതിയൊക്കെ ഉണ്ടാവുമല്ലോ. അവരവിടെ ഒരു സ്ഥലത്ത് തളർന്നിരുന്നു പോയി. കാരണം ടെലികമ്മ്യൂണിക്കേഷൻ മാർഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനി ഒരു പക്ഷേ വീട്ടിലെത്തുമ്പോൾ തന്നെ കാണാതെ വന്നാൽ നബി തിരുമേനിയോ അല്ലെങ്കിൽ നബി തിരുമേനി പറഞ്ഞയക്കുന്ന ആരെങ്കിലുമോ തന്നെ കൂട്ടാൻ വേണ്ടി വന്നേക്കും. അതേ ഇനി പ്രതീക്ഷയുള്ളൂ, വേറെ പ്രതീക്ഷയൊന്നുമില്ല. അങ്ങനെ ആ പ്രതീക്ഷയിൽ അവർ അവിടെ ഒരു സ്ഥലത്ത് ഇരുന്നു. ഉള്ളിൽ ഭയം ഓരോ നിമിഷവും കത്തി കയറുകയായിരുന്നു. അങ്ങനെ ഇരിക്കവേ അവർ ഉറക്കം തൂങ്ങിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ തൊട്ട് മുമ്പിൽ ഒരു കാൽ പെരുമാറ്റം കേൾക്കുന്നത്. മാത്രമല്ല അതിൻ്റെ ഒപ്പം തന്നെ കേട്ടു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തല ഉയർത്തിയില്ല. ശബ്ദം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി, എന്തായിരുന്നാലും നബി അല്ലല്ലോ. നബിയാണെങ്കിലേ തനിക്ക് നോക്കാനുള്ള അവകാശമുള്ളൂ. തൻ്റെ ഭർത്താവാണ്, ഒരു അന്യ ആളാണ്. മാത്രമല്ല തൻ്റെ പിതാവ് ഈ യാത്രയിൽ ഒപ്പമില്ല, അല്ലെങ്കിൽ തൻ്റെ സഹോദരന്മാരാരും ഒപ്പമില്ല. അപ്പോൾ ആയതുകൊണ്ട് സ്വാഭാവികമായും ഇത് മറ്റൊരാളാണ്. അതുകൊണ്ട് അവർ നോക്കിയില്ല. മറിച്ച് അവർ ഹിജാബിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ആഗതൻ തൻ്റെ ഒട്ടകത്തെ മുട്ടുകുത്തി നിർത്തിക്കൊടുത്തിരിക്കുകയാണ്. അത് അതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള സൂചനയാണ്. അപ്പോൾ ആയിഷ ബീവി മനസ്സിലാക്കി. കുറേ അങ്ങോട്ട് എത്തിയപ്പോൾ താൻ സംഘത്തിലില്ല എന്ന വിവരം അറിഞ്ഞു. അപ്പോൾ തന്നെ തെരഞ്ഞ് നബി തങ്ങൾ പറഞ്ഞയച്ച അയാൾ കൊണ്ടുവന്ന വാഹനമാണ്, അതിലാണ് താൻ കയറുന്നത് എന്ന്. പക്ഷേ അത് മറ്റു ചില തെറ്റിദ്ധാരണകൾക്ക് വഴിവെച്ചു. പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.